പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 മെയ് മാസം 10 ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ നടത്തിയത്. അതിനായിട്ട് കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ രാത്രികാലം അമ്മ നല്ലവണ്ണം ഉറങ്ങുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചില്ലേ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ നമ്മൾ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന പിതാവിന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകും. എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, എൻ്റെ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. കരങ്ങളെ ഉയർത്തി ഒന്നുകൂടെ പറ. എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത എല്ലാ നന്മകൾക്കും നമ്മൾ ഓരോ പ്രഭാതത്തിലും സ്തോത്രം ചെയ്യുമ്പോൾ നമ്മൾ കർത്താവിനോട് പറയുന്നത്, ഈ നന്മകളെല്ലാം അങ്ങ് മുഖാന്തരമായി എനിക്ക് ലഭിച്ചത്. അങ്ങയെ കൂടാതെ എനിക്കൊന്നും ലഭിച്ചിട്ടില്ല. ആരോഗ്യം അങ്ങയുടെ ദാനമാകുന്നു, സൗഖ്യം അങ്ങയുടെ ദാനമാകുന്നു, സമാധാനം അങ്ങയുടെ ദാനമാകുന്നു, സ്വസ്ഥത അങ്ങയുടെ ദാനമാകുന്നു. ഇതെല്ലാം അങ്ങയുടെ ദാനമാകുന്നു എന്ന നമ്മൾ ഈ പ്രഭാതി ദൈവത്തിന് സ്തോത്രം പറയുമ്പോൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. അതുകൊണ്ട് സന്തോഷത്തോടെ ഒന്നുകൂടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. കരമുയർത്തി പറ, എൻ്റെ കർത്താവ് തന്നതല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. എല്ലാ നന്മകൾക്കും നന്ദി. കുടുംബജീവിതത്തിനായിട്ട് സ്തോത്രം, ദാനമായി തന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം, കർത്താവ് തന്ന ഭവനത്തിനായിട്ട് സ്തോത്രം, വാഹനങ്ങൾക്കായിട്ട് സ്തോത്രം, ആമേൻ, നല്ല വസ്ത്രത്തിനായിട്ട് സ്തോത്രം, നല്ല ആഹാരത്തിനായിട്ട് സ്തോത്രം. എല്ലാ നന്മകൾക്കും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അപ്പയ്ക്ക് സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കും ഉള്ളതാകുന്നു. ആമേൻ. നമുക്കൊരുമിച്ച് സക്രിയാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം 3-ാമത്തെ വാക്യം വായിക്കാം. സക്രിയാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. ആകയാൽ നീ അവരോട് പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എങ്കലേക്ക് തിരുവീൻ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് തിരിയും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എങ്കലേക്ക് തിരുവീൻ, എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് തിരിയും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിലും കർത്താവിൻ്റെ ആത്മാവ് നമ്മളോട് പറയുകയാണ്, പല വിശ്വാസികളും കുറ്റബോധം, ലജ്ജ, അപമാനഭാരം, മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ, നിരാശ, ആത്മീക ബലഹീനത എന്നിവയ്ക്കെതിരെ നിശബ്ദമായി പോരാടുകയാണ്. ചിലർക്ക് ദൈവത്തെ വിഷമിപ്പിച്ചു എന്നൊരു തോന്നലിൽ വീണുപോയി. ചിലർ പ്രാർത്ഥിക്കുന്നത് നിർത്തി, ചിലർ ആരാധന നിർത്തി, ചിലർ ജീവിതം പൂർണ്ണമായി ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് നിൽക്കുക. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, സുവിശേഷം ശക്തന്മാർക്ക് മാത്രമല്ല, അത് തകർന്നവർക്കും മുറിവേറ്റവർക്കും വീണുപോയവർക്കും പിന്മാറിപ്പോയവർക്കും കൂടെ ഉള്ളതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ആമേൻ. ഞാൻ ഒന്നുകൂടെ പറയാം. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ ആത്മാവ് അവങ്കിലേക്ക് മടങ്ങി വരുവാൻ വിളിക്കുകയാണ്. അവങ്കിലേക്ക് മടങ്ങി വരാൻ വിളിക്കുകയാണ്. പലരും പലതരത്തിലുള്ള കുറ്റബോധത്തിൽ ഭാരപ്പെട്ട് കിടക്കുന്നു. പലരും ദൈവസന്നിധിയിലേക്ക്, അയ്യോ, ഞാൻ ഇനി കർത്താവിൻ്റെ സന്നിധി വരുവാൻ കൊള്ളാത്തവനാ, ഞാൻ യോഗ്യതയില്ലാത്തവനാ, ആമേൻ, ചില പാപങ്ങൾ എന്നിൽ വന്നുപോയി, ഞാൻ ആത്മീകമായി ബലഹീനനായിപ്പോയി എന്നൊക്കെ ചിന്തിച്ച് ആകെ മാനസികമായി തകർന്നിരിക്കുന്നു. ആമേൻ. അവർക്ക് തന്നെ തോന്നുന്നത്, ഞാൻ കർത്താവിനെ പല പ്രാവശ്യം പറ്റിച്ചു കളഞ്ഞു, കർത്താവിന് എന്നോട് ഭയങ്കര കോപമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് ഇപ്പോൾ പ്രാർത്ഥന നിർത്തി, ആരാധന നിർത്തി, സഭായോഗത്തിന് പോകുന്നത് നിർത്തി. ആമേൻ ആമേൻ. ചിലരൊക്കെ അങ്ങ് എല്ലാം കൊണ്ടും ടോട്ടലി വിഡ്രോ ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുക. എന്നാൽ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ഈ സുവിശേഷം എന്ന് പറയുന്നത് ശക്തന്മാർക്ക് വേണ്ടി മാത്രമല്ല, പൂർണ്ണന്മാർക്ക് വേണ്ടി മാത്രമല്ല, തകർന്നവർക്കും മുറിവേറ്റവർക്കും വീണുപോയവർക്കും പിന്മാറിപ്പോയവർക്കും ഒക്കെ വേണ്ടിയാണ് ഈ സുവിശേഷം. ഇന്ന് പ്രഭാതത്തിൽ തകർന്നു പോയവനെ, വീണുപോയവനെ, പിന്മാറിപ്പോയവനെ, മാറി നിൽക്കുന്നവനെ കർത്താവ് നിന്നെ തിരിച്ചു വിളിക്കുക. മകനെ, മകളെ, സഹോദര, കുഞ്ഞെ, നിന്നെ കർത്താവ് തിരിച്ചു വിളിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. കം ബാക്ക് ടു ഹോം. നീ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരിക. പിശാച് പറയും നീ ക്വാളിഫൈഡ് അല്ല. പിശാച് പറയും നിന്നെ ഇനി കർത്താവ് കൈക്കൊള്ളത്തില്ല. പിശാച് പറയും നിന്നെ ഇനി ഒന്നിനും കൊള്ളത്തില്ല.
ആമേൻ. പക്ഷേ കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, കർത്താവ് പറയുക, ഞാൻ ഇന്നും നിന്നെ സ്നേഹിക്കുന്നു, നീ എന്നിലേക്ക് മടങ്ങി വരിക, നീ എന്നിലേക്ക് മടങ്ങി വരിക. വേദോസം നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ടല്ലോ. യോഹന്നാൻ്റെ ലേഖനം 1 യോഹന്നാൻ ആമേൻ ആമേൻ 1:9 പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ നമ്മളോട് ക്ഷമിക്കുവാൻ വിശ്വസ്തനാണ്. അവൻ നമ്മളെ കഴുകി നമ്മുടെ സകല അനീതിയും പോക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് പാപങ്ങളെ ക്ഷമിക്കുന്ന ദൈവമാണ്. നിന്റെ പിന്മാറ്റത്തെ സൗഖ്യമാക്കുന്ന, നിന്റെ വീഴ്ചയെ സൗഖ്യമാക്കുന്ന, അവൻ എന്തു തന്നെ തെറ്റുകളാണോ അതിനെ സൗഖ്യമാക്കുന്ന അല്ലെങ്കിൽ ക്ഷമിക്കുന്ന കർത്താവുണ്ട്. കർത്താവിലേക്ക് മടങ്ങി വന്നാൽ ആമേൻ അവൻ മനസ്സു മാറി ഒരു റിപ്പൻഡൻസ് ഉള്ള ഹൃദയത്തോടുകൂടി കർത്താവിലേക്ക് വന്നാൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ കരുണ നമ്മുടെ വീഴ്ചയെക്കാളും വലുതാകിയാൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അവൻ വേദപുസ്തകം പറയുന്നു, പിന്മാറിപ്പോയവനെയും കർത്താവ് കൈക്കൊള്ളും. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മളൊക്കെയും പറയുന്ന മുടിയനായ പുത്രൻ എന്ന് പറയുന്ന ആ കഥാപാത്രം, അവൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അവൻ പിതാവിൽ നിന്ന് അകന്നുപോയി, സകലതും നശിപ്പിച്ചു. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം, അവൻ മടങ്ങി വരുമ്പോൾ അവനെ ദൂരത്ത് നിന്ന് തന്നെ പിതാവ് കണ്ട്, ആമേൻ, അവൻ പിതാവിൻ്റെ ഹൃദയത്തിൽ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് ചേർത്ത് പിടിക്കുന്ന ഒരു അപ്പനെ നമുക്ക് വേദോസം പഠിപ്പിക്കുന്നില്ലേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ഇന്ന് എത്ര ദൂരം നിങ്ങൾ പിന്മാറിപ്പോയെന്ന് പറഞ്ഞാലും, എത്ര ദൂരം നിങ്ങൾ കർത്താവിൽ നിന്ന് അകന്നുപോയി ആരാധിക്കാതെ പ്രാർത്ഥിക്കാതെ ദൈവത്തിൽ നിന്ന് അകന്നിരുന്നെന്ന് പറഞ്ഞാലും, ഇന്ന് പരിശുദ്ധാത്മാവ് മടക്കി വിളിക്കുക, മടങ്ങി വരിക. ഹല്ലേലൂയ, സ്തോത്രം. മടങ്ങി വരിക ഭവനത്തിലേക്ക്, അപ്പൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ അപ്പൻ സ്നേഹത്തോടെ നിന്നെ വിളിക്കുക. ഒരു കാര്യം ഓർത്തോണേ, ആ ഭാഗത്തും നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. അപ്പൻ ദേഷ്യത്തോടല്ല അവനെ കാത്തിരുന്നത്, അവൻ കൈകൾ രണ്ടും തുറന്ന് സ്നേഹത്തോടുകൂടിയ ആ മകന് വേണ്ടി അവൻ കാത്തിരുന്നത്. അതുപോലെ നമ്മുടെ സദൃശവാക്യം 24:16 പറയുന്നു, നീതിമാൻ 7 പ്രാവശ്യം വീണാലും ഹല്ലേലൂയ അവൻ എഴുന്നേൽക്കും. അതിൻ്റെ അർത്ഥം നിന്റെ വീഴ്ച എന്ന് പറയുന്നത് നിൻ്റെ ഒരു അവസാനമല്ല. ഹല്ലേലൂയ, ആ വീഴ്ചയിൽ നീ കിടക്കുന്നതാണ് ഡേഞ്ചർ. നീ വീണു എന്ന് പറഞ്ഞ് നീ വീഴ്ചയിൽ കിടക്കരുത്. നീ എഴുന്നേൽക്കുക, അപ്പൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരിക, അവൻ നിന്നെ മടക്കി വിളിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. യെശയ്യാവിൻ്റെ പുസ്തകം 42:3 പറയുന്നില്ലേ, അവൻ കരിന്തിരിയെ കെടുത്തുന്ന ദൈവമല്ല. അതുകൊണ്ട് തകർന്നിരിക്കുന്ന ഹൃദയത്തെ, മുറിഞ്ഞിരിക്കുന്ന ഹൃദയത്തെ അവൻ തകർത്ത് കളയുന്ന കർത്താവല്ല. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് മടക്കി വിളിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സന്ദേശം ചിലരെ ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ പ്രേരിപ്പിക്കുക. പത്രോസ് 3 പ്രാവശ്യം തള്ളിക്കളഞ്ഞില്ലേ കർത്താവിനെ? എന്നിട്ടും കർത്താവിനെ തള്ളിക്കളഞ്ഞു ഇല്ല, കർത്താവിനെ ചേർത്ത് പിടിച്ചില്ലേ? ശിംശോൻ പാപത്തിൽ വീണുപോയില്ലേ? എന്നിട്ടും അവസാനം ശിംശോന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടില്ലേ? പ്രിയപ്പെട്ടവരെ, ദാവീദ് പാപത്തിൽ അകപ്പെട്ടു പോയില്ലേ? എന്നിട്ടും ഹല്ലേലൂയ, ദാവീദ് മടങ്ങി വന്നപ്പോൾ ദൈവം അവനെ കൈക്കൊണ്ടില്ലേ? അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക. ഹല്ലേലൂയ, ഇന്ന് വീണുപോയവൻ, തകർന്നു പോയവൻ, പിന്മാറിപ്പോയവൻ, നിരാശപ്പെട്ടിരിക്കുന്നവർ എന്ത് ചെയ്യണം? ഇന്നും അത് പ്രാർത്ഥിച്ചു തുടങ്ങി കർത്താവിൻ്റെ സന്നിധിയിലേക്ക്. ഹല്ലേലൂയ, മടങ്ങി വാ. ആമേൻ. ദിവസവും പറ, കർത്താവേ ഞാൻ മടങ്ങി വരിക. ദിവസം വായിക്ക്, കർത്താവിനെ ആരാധിക്ക്. ആരാധനയിലേക്ക് മടങ്ങി ചേരുക. ദൈവം ഏൽപ്പിച്ചിരുന്ന ദൗത്യം എന്താണോ അത് ചെയ്തു തുടങ്ങുക. ദൈവം നിന്നിലൂടെ അത്ഭുതത്തെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ആരെങ്കിലും പിന്മാറിപ്പോയവർ, വീണുപോയവർ, തകർന്നു പോയവർ, അയ്യോ ഞാൻ കർത്താവിനെ വേദനിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞ് ഭാരപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് വിളിക്കുക, കം ബാക്ക് ടു ഹോം. മടങ്ങി വരിക, എഴുന്നേൽക്ക്, നീ മടങ്ങി വാ. നീ ആ വീണ് പോയിടത്ത് അല്ലെങ്കിൽ ആ അവസ്ഥയിൽ കിടക്കുന്നതാ ഡേഞ്ചർ. എന്നാൽ മടങ്ങി വന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ നിലവിളിച്ചാൽ അവൻ കൈവിടുകയില്ല. അതുകൊണ്ട് മടങ്ങി വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കുക. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് അനേകർ മടങ്ങി വരുന്ന ഒരു ഞായറാഴ്ചയായി മാറട്ടെ. ദൈവവേലയിൽ നിന്ന് മാറി നിൽക്കുന്നവർ, വീണു പോയല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുന്നവർ, അയ്യോ ഞാൻ പാപം ചെയ്തു പോയല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുന്നവർ, തകർന്നു പോയവർ, മാനസികമായി തകർന്നു പോയവർ, നിരാശപ്പെട്ടു പോയവർ, അനേകർ ഇന്ന് കർത്താവിലേക്ക് മടങ്ങി വരുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഇടവരട്ടെ. സ്നേഹനിധിയായ അപ്പൻ്റെ അടുക്കിലേക്ക് 2 കൈയും നീട്ടി കാത്തിരിക്കുന്ന അപ്പൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുന്ന ഒരു പ്രഭാതമായി, പകൽക്കാലമായി യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുക. ഇന്നവർ മടങ്ങി വരുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ ഇപ്പോൾ രോഗികളായിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ ഹാർട്ട് ഡിസീസുകളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കാലുകൾക്കുള്ള വേദനകൾ, പ്രത്യേകിച്ച് കാൽ മുട്ടുകൾക്കും കാൽ വണ്ണയ്ക്കുമുള്ള വേദനകൾ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ
സൗഖ്യമാകട്ടെ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് നടക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, കാലിൻ്റെ വെള്ളയുടെ ഭാഗത്തുള്ള വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം, അവർക്ക് ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും കൊടുക്കണം. കർത്താവേ, സാമ്പത്തികമായ സകല ആവശ്യങ്ങളിലും ദൈവകരം പ്രവർത്തിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് ഞായറാഴ്ചയാണല്ലോ, ലോകവ്യാപകമായി ആരാധന നടക്കുമ്പോൾ ഓരോ ആരാധനകളും ഉണർവായി മാറട്ടെ. എവിടെയൊക്കെ ആരാധന നടക്കുന്നു ആ ദേശത്തൊക്കെ ആത്മചലനം സംഭവിക്കട്ടെ. വലിയ ദൈവപ്രവൃത്തി നടക്കണം. എല്ലായിടത്തും ദൈവിക സംരക്ഷണം കൊടുത്ത് അനുഗ്രഹിക്കണം. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വവും പുകഴ്ചയാപ്പയ്ക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ സന്ദേശം കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുക, ഇന്ന വ്യക്തിക്ക് അയച്ചു കൊടുക്കണം, അവർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. അനേകരിൽ നിന്നും മടങ്ങി വരുന്ന ഒരു ദിവസമായി മാറണം. ആമേൻ. കർത്താവ് നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെ നമ്മളെ പിന്തുടരും. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.